ഇളയിടത്തു സ്വരൂപം എന്നത് വേണാട്ടു രാജവംശത്തിൽ നിന്നും വേർപിരിഞ്ഞ ഒരു ശാഖയാണ്. കുന്നുമ്മൽ സ്വരൂപമെന്നും കൊട്ടാരക്കര രാജവംശമെന്നും ഇളയിടത്തു സ്വരൂപത്തെ അറിയപ്പെടുന്നുണ്ട്. ആദ്യം ഈ രാജവംശത്തിൻ്റെ തലസ്ഥാനം കിളിമാനൂരിനടുത്തുള്ള കുന്നിന്മേലായിരുന്നു. പിന്നീട് കൊട്ടാരക്കരയിലേക്ക് തലസ്ഥാനം മാറ്റുകയുണ്ടായി. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ ഈ സ്വരൂപത്തിലെ അംഗമായിരുന്നു. നെടുമങ്ങാട്, കൊട്ടാരക്കര എന്നീ പ്രദേശങ്ങളും പത്തനാപുരത്തിൻ്റെ ചില ഭാഗങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന ചെങ്കോട്ടയുടെ ചില ഭാഗങ്ങളും ഇളയിടത്തു സ്വരൂപത്തിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. മാർത്താണ്ഡവർമ്മ 1734 ഇളയിടത്തു സ്വരൂപം കീഴടക്കി. യുദ്ധത്തിൽ കീഴടക്കുന്ന രാജ്യത്തെ തൻ്റെ രാജ്യത്തോട് ചേർക്കുക എന്നതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ രീതി. മാർത്താണ്ഡവർമ്മയുടെ ഈ നടപടിയെ മറ്റു രാജാക്കന്മാർക്കൊപ്പം ഡച്ചുകാരും ശക്തിയായി എതിർത്തു. മാർത്താണ്ഡവർമ്മയുടെ മുന്നേറ്റം തങ്ങളുടെ വ്യാപാര ലക്ഷ്യങ്ങളെയൊക്കെ തകർക്കും എന്ന ഭയം ഡച്ചുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുരാജ്യങ്ങളുടെ സഹായത്തിന് ഡച്ചുകാർ ഓടിയെത്തിയത്. ഇളയിടത്തു സ്വരൂപം തിരിച്ചു നൽകണമെന്നും കായംകുളം ആക്രമിക്കരുതെന്നും താക്കീത് ചെയ്തുകൊണ്ട് കൊച്ചിയിലെ ഡച്ചു മേധാവി ഒരു ദൂതനെ മാർത്താണ്ഡവർമ്മയുടെ അരികിലേക്ക് അയക്കുകയുണ്ടായി. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ മറുപടി ഇതായിരുന്നു: തിരുവിതാംകൂറിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട, സ്വന്തം കച്ചവട കാര്യങ്ങൾ നോക്കി ജീവിച്ചുകൊള്ളുക. പക്ഷേ ഡച്ചുകാർ അടങ്ങിയിരുന്നില്ല. തങ്ങൾ ഇളയിടത്തു സ്വരൂപവുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറുകളെങ്കിലും പാലിക്കണമെന്ന് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയോട് അഭ്യർത്ഥിച്ചു നോക്കി. പക്ഷേ മാർത്താണ്ഡവർമ്മ അതിനും വഴങ്ങിയില്ല. ഈ അവസരത്തിലാണ് ഡച്ച് ഗവർണർ ഇവിടെ എത്തിയത്. മാർത്താണ്ഡവർമ്മയുടെ ഈ നടപടികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഹാരാജാവിനെ ഈ നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മടക്കി നൽകണമെന്നും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കരുതെന്നും കാണിച്ച് അദ്ദേഹം രാജാവിന് എഴുതി. പക്ഷേ അതിനുള്ള മറുപടിയും പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല. കമ്പനി കച്ചവട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, രാജ്യകാര്യങ്ങളിൽ തലയിടണ്ട എന്ന തീരുമാനത്തിൽ തന്നെ മാർത്താണ്ഡവർമ്മ ഉറച്ചു നിന്നു. എഴുത്തുകുത്തുകൾ കൊണ്ടൊന്നും ഇനി കാര്യമില്ല എന്ന് ഡച്ച് ഗവർണർക്ക് മനസ്സിലായി. എങ്ങനെയും രാജാവിനെ കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചേ മതിയാവൂ എന്ന് ഗവർണർ തീരുമാനിക്കുന്നു. ഇനി മാർത്താണ്ഡവർമ്മയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായി പിന്നീട്. അങ്ങനെ ഡച്ച് ഗവർണർ തിരുവനന്തപുരത്ത് എത്തുന്നു. തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുനയപൂർവ്വം ഗവർണർ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. മാർത്താണ്ഡവർമ്മ ഒന്നിനും വഴങ്ങിയില്ല. പിന്നീട് ഭീഷണിയുടെ സ്വരത്തിൽ ഗവർണർ സംസാരിച്ചു. പക്ഷേ ആ ഭീഷണി മാർത്താണ്ഡവർമ്മ ഉച്ചത്തോടെ ചിരിച്ചു തള്ളി. ഡച്ച് ഗവർണർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇനി ഒറ്റ മാർഗമേ മുൻപിലുള്ളൂ, നേരിട്ട് എതിർക്കുക. കലഹിച്ചു നിൽക്കുന്ന ചെറുകിട രാജാക്കന്മാരെയെല്ലാം ഒന്നിച്ചു നിർത്തുക, ഒരു ശക്തിയാക്കി മാറ്റുക. അങ്ങനെ അവരുടെ സഹായത്തോടെ തിരുവിതാംകൂറിനെ ആക്രമിക്കുക. അങ്ങനെ തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കിയാൽ അത് വലിയൊരു ശക്തിയായി മാറും. ആ രാജാക്കന്മാരെയെല്ലാം തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഡച്ചുകാർ സ്വപ്നം കാണുന്നു. അങ്ങനെ ആ ദൗത്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഡച്ചുകാർ ആരംഭിക്കുന്നു. മാർത്താണ്ഡവർമ്മയുമായി എതിർപ്പുള്ള എല്ലാ രാജാക്കന്മാരെയും ഡച്ചുകാർ കണ്ടെത്തുന്നു. അതുമാത്രമല്ല, രാജാക്കന്മാർക്ക് സൈനികമായും സാമ്പത്തികമായും സഹായങ്ങൾ ഡച്ചുകാർ നൽകി തുടങ്ങി. ലക്ഷ്യം ഒന്നു മാത്രം: തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കുക, മാർത്താണ്ഡവർമ്മയെ തകർക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും ഡച്ചുകാർ ആസൂത്രണം ചെയ്തു തുടങ്ങി. തിരുവനന്തപുരത്തു നിന്നും തിരിച്ചെത്തിയ ഡച്ച് ഗവർണർ ഇളയിടത്തു സ്വരൂപത്തിലെ രാജകുമാരിയെ കാണുന്നു. അങ്ങനെ ഡച്ചുകാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും ഉത്തരവാദിത്തത്തിലും 1741 രാജകുമാരിയെ ഇളയിടത്തു സ്വരൂപത്തിലെ രാജ്ഞിയായി വാഴിച്ചു. റാണിക്ക് സന്തോഷമായി. റാണിയായി വാഴിച്ചതിലുള്ള പ്രത്യുപകാരമായി റാണി കൊല്ലത്തിന് കിഴക്ക് അയിരൂർ എന്ന സ്ഥലം ഡച്ച് കമ്പനിക്ക് കൊടുക്കുന്നു. വടക്കുംകൂർ ഡച്ചുകാർക്ക് നൽകിയ വെച്ചൂർ എന്ന സ്ഥലത്ത് ഡച്ചുകാർ ഒരു കോട്ട നിർമ്മിച്ചു. അങ്ങനെ ഡച്ചുകാരുടെ ആജ്ഞാനുവർത്തിയായി രാജ്ഞി ഉടൻ തന്നെ ഭരണം ആരംഭിക്കുന്നു. മാർത്താണ്ഡവർമ്മയോടുള്ള വെല്ലുവിളിയായിരുന്നു അത്. ഈ വിവരം മാർത്താണ്ഡവർമ്മ അറിയുന്നു. അദ്ദേഹം അതിനെ തകർക്കുവാനുള്ള ആലോചനകൾ തുടങ്ങി. ശത്രുക്കളുടെ ശക്തി മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ഉടൻ തന്നെ കൂടുതൽ മറവപ്പടയെ വരുത്തുന്നു. പുതിയതും മികവാർന്നതുമായ ആയുധങ്ങൾ അദ്ദേഹം സമ്പാദിക്കുന്നു. അതുപോലെ കാലാൾപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും ഒന്നാം തരം പരിശീലനങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 5 തെങ്കിലും മറ്റുമുള്ള ഇംഗ്ലീഷുകാർ വഴി ധാരാളം യുദ്ധസാമഗ്രികൾ അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായപ്പോൾ സൈന്യം കൊട്ടാരക്കര ലക്ഷ്യമാക്കി നീങ്ങി. ഇളയിടത്തു സ്വരൂപത്തിന് 50,000 പടയാളികൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഡച്ചുകാരുടെ സമർത്ഥരായ പടയാളികളും മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ നേരിടുവാൻ തയ്യാറായി നിന്നു. ഇതെല്ലാം മാർത്താണ്ഡവർമ്മ മുൻകൂട്ടി കണ്ടിരുന്നു. ആ മുൻകരുതലോടെ തന്നെയാണ് മാർത്താണ്ഡവർമ്മ സൈന്യത്തെ അയച്ചത്. പിന്നീട് ഉഗ്രമായ പോരാട്ടമാണ് നടന്നത്. മഹാരാജാവിൻ്റെ കുതിരപ്പടയോട് എതിരിടാൻ റാണിയുടെ കാലാൾപ്പടയ്ക്കു കഴിഞ്ഞില്ല. റാണിയുടെ സൈന്യത്തെ കൊട്ടാരക്കരയിൽ വെച്ചും ഡച്ചു സേനയെ മാവേലിക്കര വെച്ചും മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പരാജയപ്പെടുത്തി.
ഇളയിടത്ത് സ്വരൂപത്തിലുണ്ടായിരുന്ന ഡച്ചുകാരുടെ പണ്ടകശാലകളും കോട്ടയും താമസ സ്ഥലങ്ങളും മാർത്താണ്ഡവർമ്മയുടെ സൈന്യം തകർത്തു തരിപ്പണമാക്കി. അവിടെയുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തു. കൊട്ടാരക്കര രാജ്യം വേണാടിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇളയിടത്ത് സ്വരൂപം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് മാത്രം ചുരുങ്ങി.